എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് നെയിൽ കാർട്ട് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ്. ബാംഗ്ലൂരിനടുത്തുള്ള ഹുസൂറിലാണ് കമ്പനിയുടെ ആസ്ഥാനം. കഴിഞ്ഞ 3 മാസങ്ങളായി ഈ ഒരു പ്രോജക്റ്റ് ആരംഭിച്ചിട്ട് ഇപ്പോൾ പ്രീ ലോഞ്ചിങ് പീരീഡ് നടന്നുകൊണ്ടിരിക്കുന്നു. ജനുവരിയോട് കൂടിയിട്ടാണ് ഈ ഒരു ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ ലോഞ്ചിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നത്. കമ്പനിയുടെ MD ആയിട്ടുള്ള മിസ്റ്റർ വിജയമുരുകൻ, അദ്ദേഹത്തിൻ്റെ ഒരു കഠിന പ്രയത്നം ഇങ്ങനൊരു ഓൺലൈൻ ഷോപ്പിംഗ് പ്രോജക്റ്റ് എല്ലാ സാധാരണക്കാർക്കും ബിസിനസ്സിലോട്ട് വരാൻ കഴിയുന്ന രീതിയിലേക്ക് ഒരു സാധാരണ രീതിക്കാർക്ക് പോലും വരാനുള്ള ഒരു പ്രോജക്റ്റാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തെല്ലാമാണ് ഈ ഒരു ബിസിനസ്സിലൂടെ നേടാൻ പോകുന്നത്, എന്തെല്ലാമാണ് നമ്മുടെ ഇൻകങ്ങൾ, വരുമാനങ്ങൾ എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് നോക്കാൻ പോകുന്നത്. ഒരു 750 രൂപ മാത്രം കൊടുത്തുകൊണ്ട് ഈ ഒരു ബിസിനസ് അവസരത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഒട്ടനവധി ആനുകൂല്യങ്ങൾ, ഒട്ടനവധി ഇൻകങ്ങളാണ് നമുക്കിവിടെ കമ്പനി എന്ത് ചെയ്യുന്നത്, തരുന്നത്. ഇവിടെ കാണുന്നതെല്ലാം ഒരു MLM നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾക്ക് ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും നേടിയിട്ടുള്ള ഒരു കമ്പനിയാണ് നമ്മളുടെ നെയിൽ കാർട്ട് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനം. അതേപോലെ തന്നെ ഈ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് പ്രോജക്റ്റിലേക്ക് നമ്മളിന്ന് മാർക്കറ്റിൽ കാണുന്ന ഫ്ലിപ്കാർട്ട് ആയാലും ശരി, ആമസോൺ ആയാലും ശരി അല്ലേ, നമ്മൾ ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങുന്നു. പക്ഷേ നമ്മൾക്ക് ഒരു തരത്തിലും എന്ത് ചെയ്യുന്നില്ല, ഒരു വരുമാനം നമുക്ക് ഒരു കമ്പനിയും തരുന്നില്ല. എന്നാൽ ഇവിടെ മാർക്കറ്റിലുള്ള എല്ലാ പ്രോഡക്റ്റുകളെയും ആഡ് ചെയ്തുകൊണ്ട് റീപർച്ചേസിംഗ് സിസ്റ്റത്തിലൂടെ എല്ലാവർക്കും ലൈഫ് ടൈം ഒരു വരുമാനം തരിക എന്നുള്ളതാണ് കമ്പനിയുടെ ഒരു ലക്ഷ്യം. അതിലൂടെ ഹെൽത്ത് കെയർ ആഡ് ചെയ്യാൻ പോവുകയാണ്. അതേപോലെ തന്നെ ഹെർബൽ പ്രോഡക്ട്സുകൾ, ഹോം കെയർ, പേഴ്സണൽ കെയർ, ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്, എനർജി പ്രോഡക്ട്സ്, ബ്യൂട്ടി കെയർ, ഫുഡ് ആൻഡ് ബിവറേജ്, മെൻ ആൻഡ് വുമൺ ഫാഷൻസ്, മോർ പ്രോഡക്ട്സ്, എല്ലാ വിധത്തിലുള്ള പ്രോഡക്റ്റുകളും കമ്പനിക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഓൺലൈൻ ഷോപ്പിങ്ങിലോട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ അടുത്ത മാസത്തോടുകൂടി, ഈ ജനുവരിയോടുകൂടിയെല്ലാം നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് സിസ്റ്റം ലൈവ് ആവാൻ പോവുകയാണ്. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ പ്ലേ സ്റ്റോറിൽ കമ്പനിയുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അങ്ങനെ ഒരു ജോയിനിങ് അല്ലേ, 750 രൂപ കൊടുത്ത് നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ നിരവധി പ്രോഡക്റ്റുകൾ ലഭ്യമാണ്. ഇഷ്ടമുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ എടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, ഈ ഒരു ബിസിനസ്സിലോട്ട് നമുക്ക് ഉള്ളിലോട്ട് വരാനുള്ള സംവിധാനങ്ങൾ കമ്പനി തരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളിന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ റീചാർജുകൾ അല്ലേ, GPയിൽ നിന്നും ഗൂഗിൾ പേയിൽ നിന്നെല്ലാം നമ്മൾ ഫോൺ പേയിൽ നിന്നെല്ലാം നമ്മൾ റീചാർജുകൾ ചെയ്യാറുണ്ട്. അതേ സംവിധാനം തന്നെ നമ്മൾ റീചാർജുകൾ, മൊബൈൽ റീചാർജുകളെല്ലാം നമ്മുടെ ഒരു പോർട്ടലിലൂടെ, നമ്മുടെ ഈ പറയുന്ന നെയിൽ കാർട്ടിൻ്റെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് മൊബൈൽ റീചാർജുകൾ ചെയ്യാനും പോസ്റ്റ് പെയ്ഡ് ബില്ലുകൾ അടയ്ക്കാനും, അതേപോലെ തന്നെ ഇന്ത്യയിലുള്ള എല്ലാ നെറ്റ്വർക്ക് കണക്ഷൻസും, ഇലക്ട്രിസിറ്റി ബില്ലുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാനുള്ള സംവിധാനം ഇവിടെയുണ്ട്. അങ്ങനെ എല്ലാ യൂട്ടിലിറ്റി സർവീസുകളും നമുക്കൊരു പോർട്ടലിലൂടെ ഇവിടെ ലഭ്യമാണ്. ഇത്രയും വലിയൊരു ഓൺലൈൻ ഷോപ്പിംഗ് പ്രോജക്റ്റ്, ഇത്രയും വലിയൊരു സിസ്റ്റത്തിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാൻ കമ്പനി പറയുന്നത് വെറും ഒരു 750 രൂപ മാത്രമാണ്. ഈ ഒരു 750 രൂപ കൊടുക്കുന്ന സമയത്ത് നമുക്ക് നിരവധി രീതിയിലുള്ള വരുമാനങ്ങളാണ് കമ്പനി നമുക്കിവിടെ തരുന്നത്. ആദ്യം പറയുകയാണെങ്കിൽ 750 രൂപ കൊടുത്ത് ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കമ്പനി 2 പ്രോഡക്റ്റുകൾ നമ്മുടെ വീട്ടിലേക്ക് കൊറിയറായിട്ട് അയച്ചു തരുന്നുണ്ട്. ഒരു പഞ്ചതുളസി ഡ്രോപ്സും അതേപോലെ തന്നെ നോനിയുടെ ഒരു സിറപ്പുമാണ് 2 പ്രൊഡക്റ്റുകളായിട്ട് നമുക്ക് കമ്പനി കൊറിയറായിട്ട് ഇപ്പോൾ നിലവിൽ അയച്ചു തരുന്നത്. അതിന് പുറമെ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ജോയിൻ ചെയ്തതിന് ശേഷം ഈ 750 രൂപ കൊടുത്ത് ജോയിൻ ചെയ്യുമ്പോൾ നിലവിൽ പ്രൊഡക്റ്റ് കിട്ടിയെങ്കിലും വീണ്ടും അവർക്ക് കമ്പനി എന്ത് ചെയ്യുകയാണ്, അവരുടെ പൈസ തിരിച്ചു കൊടുക്കാവുന്ന രീതിയിലുള്ള ഒരു 3 രീതിയിലുള്ള പ്ലാനുകൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പനി തന്നിട്ടുണ്ട്. അതിലൊന്ന്, നമ്മൾ ഈ ജോയിൻ ചെയ്ത ഉടൻ തന്നെ പ്രൊഡക്റ്റ് തന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ പൈസ 750 രൂപ റീചാർജ് റെഡീം വാലറ്റ് എന്ന് പറയുന്ന ഒരു വാലറ്റിലോട്ടും ഷോപ്പിംഗ് റെഡീം പോയിന്റ്സ് എന്ന് പറയുന്ന ഒരു വാലറ്റിലോട്ടും മാറുന്നുണ്ട്. 1500 രൂപ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ GPയിൽ നിന്നും ഫോൺ പേയിൽ നിന്നെല്ലാം റീചാർജ് ചെയ്യുന്ന പൈസ ഉണ്ടല്ലോ, നേരെ നമ്മളുടെ ഗൂഗിൾ പേയിൽ നിന്ന് കമ്പനിയുടെ വാലറ്റിലേക്ക് അയച്ചുകൊണ്ട് നമ്മളുടെ ഈ പറയുന്ന റീചാർജ് പോർട്ടലിലൂടെ നിങ്ങൾ റീചാർജ് ചെയ്താൽ ഓരോ റീചാർജസിനും നമുക്ക് 2% കിഴിവ് കിട്ടുന്നുണ്ട്, റെഡീം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 500 രൂപയ്ക്കാണ് നമ്മൾ റീചാർജ് ചെയ്യുന്നതെങ്കിൽ 490 രൂപ മാത്രമേ റീചാർജിലേക്ക് പോകുന്നുള്ളൂ. ബാക്കിയുള്ള 10 രൂപയുണ്ടല്ലോ, അത് നമ്മളുടെ കമ്പനിയാണ് നമുക്ക് വേണ്ടി റീചാർജിന് കൊടുക്കുന്നത്. ആ പൈസ കൊടുക്കുന്നത് നമ്മുടെ 750 രൂപ ആക്ടിവേഷനിൽ നിന്നുമാണ് നമുക്ക് മൈനസ് ആവുന്നത്. അങ്ങനെ എല്ലാ പൈസയും നമുക്ക് എന്ത് ചെയ്യണം, കമ്പനി റീചാർജസിലൂടെ നമുക്ക് തിരിച്ചു തരുവാനുള്ള സംവിധാനം ഇവിടെ ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്കൊരു 1000 രൂപയുടെ 1500 രൂപയുടെ ഇഷ്ടമുള്ള പ്രോഡക്റ്റാണ് വേറെ വേണ്ടതെങ്കിൽ 750 രൂപ ഓൾറെഡി അവിടെ ഉണ്ടല്ലേ, എക്സ്ട്രാ പൈസ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വീണ്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ്.
അങ്ങനെ ഓൾറെഡി 2 പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തരുന്നു. റീചാർജ് റിഡീം ചെയ്യാം, ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകളും എടുക്കാം. 3 തരത്തിൽ ഈ പൈസ കമ്പനി നമുക്ക് തിരിച്ചു തരുവാണ്. ഇനി എന്താണ് നമ്മളുടെ ഈ വരുമാനം അല്ലേ, ഇൻകം പ്ലാൻ എന്താണെന്ന് നോക്കിയാൽ ഇവിടെ ലൈവ് ടീം ബോണസ് എന്ന് പറയുന്ന ഒരു ഇൻകമാണ് നമുക്ക് ആദ്യം തരുന്നത്. ഒരു ബൈനറി ഇൻകമാണ് തരുന്നത്. നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ കമ്പനിയിലേക്ക് പൈസ അടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് 3 ഐ ഡിയാണ് കമ്പനി ഇവിടെ തരുന്നത്. ഒരു മെയിൻ സൈറ്റും ഷാഡോ ഐ ഡികളായിട്ടുള്ള ഒരു ലെഫ്റ്റ് സൈറ്റും ഒരു റൈറ്റ് സൈറ്റും, ടോട്ടൽ 3 ഐ ഡികൾ ഉണ്ടാവും. ഈ 750 രൂപ നമ്മൾ പെയ്ഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബിസിനസ്സിലൂടെ 1:1 എന്ന റേഷ്യോയിൽ 2 പേരെ നമ്മൾ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് റെഫർ ചെയ്യുന്ന സമയത്ത് ഒരു ജോഡിക്ക് കമ്പനി നമുക്ക് തരുന്നത് 200 രൂപയാണ്. ആദ്യത്തെ ഒരു പെയർ മാത്രം മാച്ച് ചെയ്യുവാനായിക്കൊണ്ട് നമുക്ക് കമ്പനി പറയുന്നുണ്ട് 2:1 1:2 ഫസ്റ്റത്തെ ഒരു ലൈനിൽ മാത്രം ലെവലിൽ മാത്രം വന്നിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ 200 രൂപ റിലീസ് ആവുന്നതായിരിക്കും. ദെൻ ഒരു 3 ജോഡി, ഒരു ജോഡിക്ക് 200 രൂപ, 3 ജോഡി 600 രൂപ നമുക്ക് കിട്ടുന്ന സമയത്ത് അല്ലേ, നിങ്ങൾക്ക് ബാങ്കിലോട്ട് വിഡ്രോവൽ കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. മിനിമം 500 രൂപ നിങ്ങളുടെ വാലറ്റിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാങ്ക് വിഡ്രോവൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഇൻകമാണ് കമ്പനി നമുക്ക് തരാൻ പോകുന്നത്. അതിൽ ഒരു ജോഡിക്ക് 200 രൂപയും ഓരോ മണിക്കൂറിലുമാണ് കട്ട് ഓഫ് വെച്ചിരിക്കുന്ന കമ്പനി. ഒരു മണിക്കൂറിൽ നമുക്ക് 5 ജോഡി പെയർ മാച്ചിങ് വന്നാൽ 5 ജോഡിക്ക് 1000 രൂപ. ഒരു മണിക്കൂറിൽ വരുമാനമാണ് നമുക്ക് 1000 രൂപ കമ്പനി തരുന്നത്. ഒരു ദിവസം നമുക്ക് 24 മണിക്കൂറുണ്ടല്ലേ, 24 മണിക്കൂറിൽ നമുക്ക് 24,000 രൂപ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻകം സ്ട്രക്ചറാണ് നമുക്ക് ബൈനറി പ്ലാനിൽ കമ്പനി ഇവിടെ തന്നിരിക്കുന്നത്. പവർ സൈഡ് എപ്പോഴും ക്യാരി ഫോർവേഡിംഗ് ആയിരിക്കും. വിഡ്രോവൽ സൈഡിൽ മാത്രം നിങ്ങൾക്ക് 5 ജോഡി 5 പെയർ വന്നു കഴിഞ്ഞാൽ ഓരോ മണിക്കൂറിലും 1000 രൂപ വെച്ചിട്ട് വിഡ്രോ ചെയ്യാം. ഇനി നമുക്ക് 3 ഐ ഡികളാണ് കമ്പനി തന്നിരിക്കുന്നത് അല്ലേ. ബാക്കിയുള്ള 2 ഐ ഡി നിങ്ങൾ 750 രൂപ കൊടുത്ത് പെയ്ഡ് ചെയ്ത് നിങ്ങൾ ബിസിനസ്സിലോട്ട് 3 സൈറ്റും നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ ഓരോ മണിക്കൂറിൽ നിങ്ങൾക്ക് ഓരോ ഐ ഡിയിൽ നിന്നും 1000 രൂപ, ഒരു മണിക്കൂറിൽ 3000 രൂപയും 24 മണിക്കൂറിൽ 72,000 രൂപ ഏൺ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു വലിയൊരു ഇൻകം സ്ട്രക്ചറാണ് നമുക്ക് ലൈവ് ടീം ബോണസിൽ തരുന്നത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഇൻകമായിട്ടുള്ള ബൈനറി. ഇങ്ങനെ നമുക്ക് ടോട്ടൽ 5 ഇൻകം പ്ലാനാണ് തരുന്നത്. ഓരോ ഇൻകം പ്ലാനുകളും ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള വളരെയധികം വരുമാനം വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള സൂപ്പർ പ്ലാനാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. ഈ സിസ്റ്റത്തിലോട്ടെല്ലാം നമുക്ക് എന്താ പറയുക, അടുത്തടുത്ത സിസ്റ്റത്തിലോട്ടെല്ലാം പോകാൻ ഓരോ പ്ലാനിലും ഈ ഒരു 750 രൂപ മാത്രം നമുക്ക് മതിയായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പറയാൻ പോകുന്ന ഇൻകം എന്ന് പറയുന്നത് ലെവൽ സ്റ്റാർ ബോണസ് ആണ്. ഇതൊരു അപ്ഗ്രേഡ് ലെവൽ ഇൻകമാണ്. സൂപ്പർ ആയിട്ടൊരു പ്ലാനാണുള്ള അപ്ഗ്രേഡ് ലെവൽ ഇൻകം സ്റ്റാർ ബോണസ്. ഒരു 10 ലെവലിൽ നമുക്കിവിടെ സ്റ്റാർ ഇൻകം കാണുന്നുണ്ട് അല്ലേ. ഫസ്റ്റ് സ്റ്റാറിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു 500 രൂപ അപ്ഗ്രേഡ് ചെയ്യണം. ബൈനറി സിസ്റ്റം ലൈവിൽ റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ചുകൊണ്ട് ഒരു 500 രൂപ നിങ്ങളിവിടെ നിന്ന് അപ്ഗ്രേഡ് ചെയ്യണം. ഇത് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. നമ്മുടെ ബൈനറിയിലുള്ള ആളുകളെല്ലാം ഇവിടെ വരിക, നമ്മുടെ ഡയറക്റ്റ് റെഫർ ചെയ്യുന്ന മെമ്പേഴ്സ് ആയിരിക്കും ഈ ഒരു ട്രീയിൽ ഉണ്ടാവുക. അങ്ങനെ നിങ്ങൾ 5 പേരെ 10 പേരെ ബിസിനസ്സിലോട്ട് നിങ്ങൾ ഡയറക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടാവും അല്ലേ. ആ കൊണ്ടുവരുന്ന ആളുകളായിരിക്കും നമ്മുടെ കൂടെ ഈ പറയുന്ന ലെവൽ ഇൻകത്തിൽ ഉണ്ടാവുക. അങ്ങനെ നമ്മൾ ആദ്യം ഒരു 500 രൂപ അപ്ഗ്രേഡ് ചെയ്യണം. ഈ ഫസ്റ്റ് 500 രൂപ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള അപ്ലൈൻ ലീഡർ ആരാണോ നിങ്ങളുടെ സ്പോൺസർ, ഈ പൈസ മുഴുവൻ 500 രൂപ അവർക്കാണ് കിട്ടുന്നത്, 100%. അതിന് പുറമെ നമ്മൾ ഈ കൊടുക്കുന്ന പൈസയുണ്ടല്ലോ 500 രൂപ, അത് നിങ്ങൾക്ക് വീണ്ടും റീചാർജ് റിഡീം വാലറ്റിലോട്ട് മാറുന്നുണ്ട്. അവിടെ നമുക്ക് ഓരോ റീചാർജിനും 2% വീണ്ടും അവിടെ നമുക്ക് റിഡീം കിട്ടുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ കൂടെ ആദ്യം ഈ ബിസിനസ്സിലോട്ട് വന്നിട്ടുള്ള റെഫറൽ ചെയ്തിട്ടുള്ള ആളുകളുണ്ടല്ലോ, ഒരു 10ഓളം മെമ്പേഴ്സ്, ഇവരെല്ലാവരും തന്നെ ഇതേപോലെ 500 രൂപ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ കൂടെ ഈ ലെവൽ സ്റ്റാർ ബോണസ് എന്ന് പറയുന്ന ലെവൽ ടീമിലോട്ട് അവർ വന്ന് പ്ലേസ്മെൻ്റ് ആവും. അങ്ങനെ നിങ്ങളുടെ തൊട്ട് താഴെയായിട്ട് ഈ 10 മെമ്പേഴ്സ് ഉണ്ടാവും. ഈ 10 പേരും ഇതേപോലെ ആദ്യത്തെ 500 രൂപ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് 10 പേരിൽ നിന്നും 500 രൂപ വെച്ച് 5000 രൂപ കിട്ടുന്നത് നിങ്ങൾക്കായിരിക്കും 100%. ദെൻ സെക്കൻഡ് സ്റ്റാർ എന്ന് പറയുമ്പോൾ എത്രയാണ് കാണുന്നത്, 1000 രൂപയാണ് അല്ലേ. നമ്മൾ 500 രൂപ അപ്ഗ്രേഡ് ചെയ്ത പോലെ തന്നെ വീണ്ടും ഒരു 1000 രൂപ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം. അങ്ങനെ നമ്മളുടെ ഈ 10 പേര് വന്ന ആളുകളിൽ നിന്നും വരുന്ന അടുത്ത ഡ്യൂപ്ലിക്കേഷനാണ് നമ്മുടെ സെക്കൻഡ് ലെവൽ. ഈ സെക്കൻഡ് ലെവൽ അവരെപ്പോഴാണോ അവരുടെ 1000 രൂപ അവർ അപ്ഗ്രേഡ് ചെയ്യുന്നത്, എല്ലാ ആളുകളിൽ നിന്നും 1000 രൂപ വെച്ചിട്ട് നമ്മളുടെ ഐ ഡിയിലോട്ടായിരിക്കും കയറുക. ഒരു 100 പേരൊക്കെയാണ് അവിടെ ഉള്ളതെങ്കിൽ സെക്കൻഡ് ലെവലിൽ 100 × 1000 1,00,000 രൂപയായിരിക്കും നമ്മുടെ വരുമാനം അവിടുന്ന് വരുന്നത്. മൂന്നാമത്തെ ലെവലിൽ 1500 രൂപയാണ്. മൂന്നാമത്തെ ലെവലിൽ നിങ്ങളുടെ എത്ര മെമ്പേഴ്സ് വന്നാലും ഒരാളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് 1500 രൂപയായിരിക്കും ലഭിക്കുക. നമ്മൾ അഡ്വാൻസ് ആയിട്ട് എന്ത് ചെയ്യണം, ഈ അപ്ഗ്രേഡ് ഒന്ന് നമ്മൾ ചെയ്ത് വെച്ചിരിക്കണം. ഇത്ര മാത്രമേ ഇവിടെ നമ്മൾ കാര്യങ്ങൾ ചെയ്യാനുള്ളൂ. അങ്ങനെ 4th ലെവലിൽ 2000, 5ാമത്തെ ലെവലിൽ 2500, 6ാമത്തെ ലെവലിൽ 3000, അങ്ങനെ 10 ലെവലാണ് ഇവിടെ ടോട്ടലായിട്ട് തരുന്നത്. 10ാമത്തെ ലെവലിൽ നമുക്ക് എത്രയാണ്, 5000 രൂപയാണ് അപ്ഗ്രേഡ് ചെയ്യേണ്ടത്.
അപ്പോൾ ഈ ഒന്നാമത്തെ ലെവലുള്ള 10 പേരിൽ നിന്നും വരുന്ന ഡ്യൂപ്ലിക്കേഷൻസ് ആണ് നമ്മുടെ 10ാമത്തെ ലെവലിലോട്ട് ഇറങ്ങുന്നത് അല്ലേ. അവിടെ ഒരു 1000 പേരോ 2000 പേരോ 5000 പേരോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക. ഒരാളുടെ കയ്യിൽ നിന്നും 5000 വെച്ചിട്ട് ഇത്രയും മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഒരു ഹ്യൂജ് ഇൻകമാണ് ലെവൽ അപ്ഗ്രേഡ് പറയുന്ന ഈ ഒരു രണ്ടാമത്തെ ഇൻകത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ? ജസ്റ്റ് മൂന്നാമത്തെ വരുമാനമായിട്ടുള്ള റീപർച്ചേസിങ് പേഴ്സണൽ PV ബോണസാണ്. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ പൈസ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, കമ്പനിയുടെ റീപർച്ചേസിങ് വാലറ്റിൽ നിന്നും വരുന്ന പൈസ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എടുക്കാവുന്നതാണ്, പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. പ്രോഡക്റ്റ് വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ പ്രോഡക്റ്റിൽ നിന്നും അവർ കമ്പനി നിശ്ചയിച്ചിട്ടുള്ള PV എത്രയാണോ ആ എമൗണ്ട്, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ വില 1000 രൂപയാണ്, അതിൻ്റെ PV 100 രൂപയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ 100 രൂപ അപ്പോൾ തന്നെ വാലറ്റിലൂടെ ക്രെഡിറ്റ് ആവും. ആ പൈസ നമുക്ക് ബാങ്ക് വിഡ്രോവലിലേക്ക് മാറ്റാവുന്നതാണ്. നെക്സ്റ്റ് പറയാവുന്ന ഒരു ഇൻകമാണ് റീപർച്ചേസ് ടീം ബോണസ്. നല്ലൊരു വരുമാനമാണ് റീപർച്ചേസ് ടീം ബോണസ്. ഇത് നമ്മുടെ ഷോപ്പിംഗ്, ഓൺലൈൻ ഷോപ്പിങ്ങിലൂടെ വരുന്ന ഇൻകമാണ് റീപർച്ചേസിങ്. നേരത്തെ പറഞ്ഞിരുന്നു ഷോപ്പിംഗിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഓൺലൈൻ ഷോപ്പിംഗ്. ഇപ്പം നിലവിൽ രണ്ട് ഇൻകം മാത്രമാണ് മാർക്കറ്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ബൈനറി ഇൻകവും ഒന്ന് ലെവൽ അപ്ഗ്രേഡ് ബോണസും. അടുത്ത ഇൻകമായിട്ടുള്ള റീപർച്ചേസ് കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടോട്ടൽ ട്രീ ഉണ്ടല്ലോ ബൈനറി, ഈ ബൈനറിയിൽ വരുന്ന ലെഫ്റ്റിലും റൈറ്റിലും വരുന്ന മൊത്തം ആളുകളും ഇഷ്ടമുള്ള സാധനങ്ങൾ കമ്പനിയുടെ ഓൺലൈൻ ഷോപ്പിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ലെഫ്റ്റിൽ ഒരു 5000 PVയും റൈറ്റിൽ ഒരു 5000 PVയും മാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ID സീലിംഗ് ആയിരിക്കും. ഒരു ദിവസത്തെ വരുമാനം നമുക്ക് 5000 രൂപ ഏൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റുകൾ വാങ്ങിക്കാനായിക്കൊണ്ട് നമുക്കിവിടെ സെപ്പറേറ്റ് പൈസ ആവശ്യം വരുന്നില്ല. കാരണം കമ്പനി ഇവിടെ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഓരോ വിഡ്രോവലും ഉണ്ടല്ലോ, ബാങ്ക് വിഡ്രോവലും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓരോ പ്രാവശ്യവും വിഡ്രോവൽ ചെയ്യുമ്പോഴും 10% 10% വെച്ചിട്ട് കമ്പനി കട്ട് ചെയ്തിട്ട് ആ പൈസ നേരെ എന്ത് ചെയ്യുന്നുണ്ട്, റീപർച്ചേസിങ് വാലറ്റിലോട്ട് മാറ്റപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ മാറുന്ന പൈസ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോഡക്റ്റുകൾ വാങ്ങുന്നത്. അപ്പോൾ എല്ലാവർക്കും അതേപോലെ തന്നെയായിരിക്കും. അപ്പോൾ അവിടെ റീപർച്ചേസിങ് നടന്നുകൊണ്ടേയിരിക്കും. കാരണം ആ പണം ഉപയോഗിച്ച് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല, പ്രോഡക്റ്റ് മാത്രമേ വാങ്ങിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ 5000 ലെഫ്റ്റും 5000 PV റൈറ്റും മാച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 5000 രൂപയാണ് പെർ ഡേ സീലിംഗ്. ഒരു IDയിലാണ് 5000. നമുക്ക് 3 IDs ഉണ്ടല്ലേ. ഈ 3 IDയിലും കൂടെ നിങ്ങൾ സീലിംഗ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 15000 രൂപ കിട്ടും. ഒരു മാസത്തിൽ 4.5 ലക്ഷം രൂപ വരുമാനം വാങ്ങാവുന്ന വലിയൊരു സിസ്റ്റമാണ് റീപർച്ചേസിങ് ടീം ബോണസ്. നെക്സ്റ്റ് പറയുന്ന ഇൻകം എന്ന് പറയുന്നത് ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസ് ആണ്. സൂപ്പറായിട്ടുള്ളൊരു ഇൻകമാണ്. നമ്മൾ ഒരുപാട് പേര് ഈ ബിസിനസ്സിലോട്ട് റെഫർ ചെയ്തിട്ടുണ്ട് അല്ലേ. അവരാണ് നമ്മുടെ കൂടെ എല്ലാം ഈ ബിസിനസ്സിലോട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ആ 10 പേരാണ് ഇവിടെ 5000 സീലിംഗ് അടിക്കുന്നതെന്ന് വിചാരിക്കുക. ഡയറക്റ്റ് കൊണ്ടുവരുന്ന ആളുകൾ അവർ വാങ്ങിക്കുന്ന വരുമാനത്തിൻ്റെ 50% ലീഡർഷിപ്പ് ചെക്ക് മാച്ചിങ് ബോണസിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഫസ്റ്റ് ലെവലിൽ 50%. അവർ 5000 വാങ്ങിക്കുന്നതെങ്കിൽ നമുക്ക് 2500 രൂപ കിട്ടും. ഇനി അവർ 1000 രൂപയാണോ വാങ്ങുന്നതെങ്കിലോ നമുക്ക് 500 രൂപ കിട്ടും. അവർ 200 രൂപയാണ് റീപർച്ചേസിങ്ങിൽ വാങ്ങുന്നതെങ്കിൽ നമുക്ക് 100 രൂപ കിട്ടും. അങ്ങനെ മാക്സിമം ആണ് ഒരു ദിവസം പറഞ്ഞത് സീലിംഗ് 5000. അതിൻ്റെ പകുതി 50% 2500 രൂപ കിട്ടുന്നു. നമ്മൾ കൊണ്ടുവന്ന 10 പേരും സീലിംഗ് അടിക്കുകയാണെന്നുണ്ടെങ്കിലോ ഒരാളുടെ കയ്യിൽ നിന്ന് 2500 രൂപ വെച്ചിട്ട് 10 പേരുടെ കയ്യിൽ നിന്നും 25000 രൂപ നമുക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ സെക്കൻഡ് ലെവലിൽ 20%, തേർഡ് ലെവലിൽ 10%, ഫോർത്ത് ലെവലിൽ 10%, അഞ്ചാമത്തെ ലെവലിൽ 10%. ഓക്കെ, ദെൻ കുറച്ച് റാങ്ക് ആൻഡ് റിവാർഡ്സുകൾ കമ്പനി നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റത്തെ ബ്രൗൺസ് ആണ് ലാപ്ടോപ്പ്, സെക്കൻഡ് സിൽവർ ഫോറിൻ ട്രിപ്പ്, മൂന്നാമത്തെ ഗോൾഡ് ആണ് ബൈക്ക് ഓർ സ്കൂട്ടർ, നാലാമത്തെ ഡയമണ്ട് ട്രാവൽ ഫണ്ട്, അഞ്ചാമത്തെ പ്ലാറ്റിനം കാർ ഫണ്ട്, ആറാമത്തെ ക്രൗൺ ഹൗസ് ഫണ്ട്. ഓക്കെ, നല്ലൊരു റിവാർഡ്സുകളാണ് തന്നിരിക്കുന്നത്. കമ്പനിയാണെങ്കിൽ വളരെ തുടക്കത്തിൽ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ്. എല്ലാവർക്കും നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള റിവാർഡ്സുകളാണ്. അതേപോലെ തന്നെ ഓരോ ഡിഡക്ഷൻസിലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനി ട്രാൻസ്ഫറിൽ നമുക്ക് TDS കട്ട് ചെയ്യുന്നുണ്ട് 5%, സർവീസ് ചാർജ് അതേപോലെ തന്നെ 5% ഉണ്ട്. പിന്നെ ഓരോ വിഡ്രോവലിലോട്ട് നമുക്ക് റീപർച്ചേസിങ് വാലറ്റിലോട്ട് 10% ഇവിടെ കമ്പനി മാറ്റി വയ്ക്കുന്നത്. അത് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പ്രോഡക്റ്റുകൾ വാങ്ങാൻ കഴിയത്തുള്ളൂ. ഓക്കെ, മിനിമം വിഡ്രോവൽ എന്ന് പറയുന്നത് എത്രയാണ് പറഞ്ഞത്, 500 രൂപയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇൻകം പ്ലാൻ എന്ന് പറയുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇൻകം പ്ലാനാണ്. ചെറിയൊരു സിസ്റ്റത്തിലൂടെ നമുക്ക് 750 രൂപ കൊടുത്തുകൊണ്ട് ഈ ഒരു പ്രോഡക്റ്റിലൂടെ വാങ്ങിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരാം. അങ്ങനെ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്ന് വിജയിക്കുന്ന എല്ലാവർക്കും നല്ലൊരു വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ ഒരു പ്രസൻറ്റേഷൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.